ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിനും പാലക്കാട് ബൈപ്പാസിനും വഴി തുറന്ന് കേന്ദ്രം. റെയിൽവേ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നടപടിക്രമങ്ങൾ ലളിതമാകുകയും സമയനഷ്ടം ഗണ്യമായി കുറയുകയും ചെയ്യും. ആലപ്പുഴ വഴിയുള്ള റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിക്കും പാലക്കാട് പറളി റെയിൽവേ ബൈപ്പാസ് പദ്ധതിക്കും ആവശ്യമായ ഭൂമി റെയിൽവേ നിയമപ്രകാരം ഏറ്റെടുക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ഇരു പദ്ധതികളുടെയും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കൂടുതൽ വേഗത്തിലാകും. നിലവിൽ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നതിന് ദീർഘകാല നടപടിക്രമങ്ങൾ ആവശ്യമായിരുന്നു. റെയിൽവേ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നടപടിക്രമങ്ങൾ ലളിതമാവുകയും സമയനഷ്ടം ഗണ്യമായി കുറയുകയും ചെയ്യും. എന്നാൽ ഭൂവുടമകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരം 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെയായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അമ്പലപ്പുഴ ആലപ്പുഴ, ആലപ്പുഴ മാരാരിക്കുളം തുറവൂർ എന്നീ റീച്ചുകളിലായി ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി നടപ്പാക്കും. ആദ്യഘട്ടത്തിൽ അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കലിനാണ് മുൻഗണന നൽകുന്നത്. ഈ ഭാഗത്തെ പദ്ധതി ചെലവ് 324.16 കോടി രൂപയാണ്. അതേസമയം 1.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലക്കാട് പറളി റെയിൽവേ ബൈപ്പാസ് പദ്ധതിക്ക് 167.57 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാട് ജംഗ്ഷനിൽ എഞ്ചിൻ ദിശമാറ്റത്തിനായി ട്രെയിനുകൾക്ക് കാത്തുനിൽക്കേണ്ട സാഹചര്യം ഒഴിവാകുകയും യാത്രാ സമയം ഏകദേശം 40 മിനിറ്റോളം ലാഭിക്കാനാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.